നമസ്കാരം. ചെറി ഗാർഡൻ എക്സോട്ടിക് ഫ്രൂട്ട് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഒരു അബ്യൂ പ്ലാന്റ് ആണ്. നമ്മൾ പ്ലാന്റ് ചെയ്ത് നൽകിയ ഒരു തോട്ടത്തിലെ അബ്യൂ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയും അത്യാവശ്യം ഫ്രൂട്ട് സെറ്റായ ഒരു അബ്യൂ പ്ലാന്റ് ആണിത്. ഇത്തവണയും നമ്മുടെ ഗ്രീൻ ഗ്രാസിൻ്റെ വളങ്ങളൊക്കെ കൊടുത്തിട്ട് അതിലും ഗംഭീരമായിട്ട് നന്നായിട്ട് തന്നെ മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും മൊട്ടുകളൊന്നും നമുക്ക് ഫ്രൂട്ടായി കിട്ടില്ല. അത് ഈ ചെടിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അധികമായി വരുന്ന അതിന് താങ്ങാൻ കഴിയാത്ത മൊട്ടുകളെല്ലാം ഫ്രൂട്ടാവാൻ സമ്മതിക്കാതെ അത് പൊഴിച്ചു കളയാണ് പതിവ്. പിന്നെ താങ്ങുകാലൊക്കെ കൊടുത്ത് നമ്മൾ വള്ളിയെ കെട്ടുന്ന സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്രൂട്ട് പിടിച്ച് കിട്ടും. പിന്നെ ഇതിൻ്റെ പരിചരണത്തിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വളം ഗ്രീൻ ഗ്രാസിൻ്റെ വളങ്ങൾ തന്നെയാണ്. ഇതിന് കൃത്യമായ ഇടവേളകൾ കൊടുത്തിട്ട് നമ്മൾ ഇത്രയും പൂ പിടിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ ഗ്രാസിൻ്റെ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെയും പ്ലാന്റ്സ് നന്നായിട്ട് പൂടുകയും നന്നായിട്ട് കായ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഗ്രീൻ ഗ്രാസിൻ്റെ വളങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. അതിൻ്റെ റിസൾട്ട് നമ്മളെ മെസ്സേജിലൂടെ അറിയിക്കുക. നമ്മുടെ അബ്യൂ പ്ലാന്റിനെ പറ്റി തന്നെ ഇപ്പോൾ പറയാം. നമുക്ക് അതിൻ്റെ പരിചരണവും അത് നടുന്ന രീതികളും അതിൻ്റെ ഫ്രൂട്ട് ആകുമ്പോഴുള്ള ശ്രദ്ധയും ഒക്കെ നമുക്ക് ഒന്ന് വിലയിരുത്താം. ഇപ്പോൾ നമ്മുടെ അബ്യൂ പ്ലാന്റ് നടുമ്പോൾ പ്രത്യേകിച്ചും മറ്റുള്ള രാസവളങ്ങളോ ഒന്നും തന്നെ നമുക്ക് അബ്യൂ പ്ലാന്റ് നടുമ്പോൾ വേണ്ട ആവശ്യമില്ല. കാരണം ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ മെയിനായിട്ട് കൊടുത്തിട്ട് തന്നെ നമുക്ക് അതൊരു മെയിൻ വളമായി തന്നെ കൊടുത്ത് നടാവുന്ന ഒരു പ്ലാന്റാണ് അബ്യൂ പ്ലാന്റ്. ധാരാളം വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അബ്യൂ പ്ലാന്റ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് മാംഗോസ്റ്റിനൊക്കെ പോലെ ഷെയ്ഡിൽ വളർത്താവുന്ന ഒരു പ്ലാന്റാണ്. മാംഗോസ്റ്റിൻ്റെ അത്രത്തോളം പറ്റില്ല എങ്കിലും ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് അബ്യൂ പ്ലാന്റ് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ കഴിയും. പൂവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അബ്യൂ പ്ലാന്റിന് കൃത്യമായി വെള്ളം നന്നായി തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ടൊക്കെ ഒരു ചുങ്ങിയ അവസ്ഥയിലൊക്കെ പോവും. പിന്നെ ഇതിനുണ്ടാവുന്ന ഒരു രോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് ബാധയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കൃത്യമായി തന്നെ എല്ലാ ആഴ്ചയും നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഫംഗിസൈഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇപ്പോൾ ട്രൈക്കോഡർമ നന്നായിട്ടൊന്ന് കൊടുക്കാം. ട്രൈക്കോഡർമയൊക്കെ കൊടുത്തിട്ട് എൻറിച്ച് ചെയ്ത വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ സൂഡോമോണസ് കലക്കി ഒഴിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അബ്യൂ പ്ലാന്റ് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാം. പിന്നെ ഇതിനെ വരുന്ന ഒരു ഫ്രൂട്ടാകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ശല്യങ്ങളിലൊന്നാണ് ഈ കായ്ച്ചയുടെ ശല്യം. അപ്പോൾ നമ്മളിതിൻ്റെ പൂത്തതിന് ശേഷമുള്ള പെസ്റ്റിസൈഡൊക്കെ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് മുട്ടിട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ജൈവ കീടനാശിനിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വിവേറിയ കൊടുക്കാം. വിവേറിയ മുട്ടിടുമ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂ പിടിച്ച് കഴിയുമ്പോൾ മറ്റുള്ള ശല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പെസ്റ്റിസൈഡിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ നമുക്കതിനെ നന്നായിട്ട് പൂവൊക്കെ പിടിപ്പിച്ചെടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് കായായി കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന പ്രധാന പ്രശ്നം ചാഴി കുത്തുന്നതാണ്. പിന്നെ കായ്ച്ചയും നന്നായിട്ട് ഇതിനെ കുത്തി അതിന് നീര് പിടിക്കാറുണ്ട്. അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പമൊക്കെ ഇട്ടപ്പോൾ തന്നെ ഈ കായ്കളെല്ലാം കറുത്ത് ഒരു ഇരുണ്ട നിറമായിട്ട് നശിച്ചു പോവുകയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അതിനുള്ള നെറ്റുകൾ ഈ ഫ്രൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നെറ്റ് നമുക്ക് ഈ ഓൺലൈൻ സൈറ്റിലൂടെയൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു 1-2 വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നെറ്റാണിത്. ആ നെറ്റിട്ടൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അബ്യൂ പ്ലാന്റിൻ്റെ ഫ്രൂട്ടുകളെല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് പഴുപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ ഫ്രൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കരിക്കിനോട് സാമ്യമുള്ള ഫ്രൂട്ടാണ് ഇതിൻ്റെത്. അധികം മധുരമില്ല എങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമുക്ക് നന്നായിട്ട് കഴിക്കാൻ തോന്നുന്ന ഒരു ഫ്രൂട്ടാണ് അബ്യൂവിൻ്റെ ഫ്രൂട്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റിലുണ്ടായ ഫ്ലവറും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വരും വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു അബ്യൂ പ്ലാന്റെങ്കിലും നമ്മുടെ വീട്ടിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഫ്രൂട്ട് തരുന്ന ആ ഒരു പ്ലാന്റും കൂടെ നമ്മുടെ തോട്ടത്തിലുണ്ടാവട്ടെ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.